ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്കങ്ങനെ ഇതുപോലൊരു ഗ്ലോ എഫക്റ്റ് നമ്മുടെ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാപ് കട്ടിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോണ വീഡിയോയുടെ ക്ലിപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട ഒരു വീഡിയോയിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ വീഡിയോയിൽ ഒരു ഗ്ലോ ലൈറ്റ് കൊണ്ടുവരണം. അപ്പോൾ ഈ ഒരു ലൈറ്റ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ നേരെ എഫക്റ്റിൽ പോയിട്ട് വീഡിയോ എഫക്റ്റിൽ അതിൽ ട്രെൻഡിങ്ങിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോഫ്റ്റ് എന്ന് പറയുന്നൊരു എഫക്റ്റ്. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ സെർച്ചിൽ പോയിട്ട് സോഫ്റ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ ഒരു എഫക്റ്റ് നമ്മുടെ വീഡിയോയുടെ എൻഡിങ് വരെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി അഡ്ജസ്റ്റിൽ പോയിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ട ഒരു ഗ്ലോ എഫക്റ്റ് അതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നിങ്ങളുടെ വീഡിയോയ്ക്ക് എത്രത്തോളം വേണം അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 60-70 മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഒരു സോഫ്റ്റ് ഗ്ലോ ലൈറ്റ് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോയിൽ വേണ്ടത് ഒരു ഡ്രീമി ലുക്കാണ്. അപ്പോൾ ഈ ഒരു ഡ്രീമി ലുക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ നേരെ വീഡിയോ എഫക്റ്റിൽ പോയിട്ട് അതിലെ സെർച്ച് ബാറിൽ ഫ്ലാഷ് വൈബ്രേഷൻ എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന ആ ഒരു എഫക്റ്റ് തന്നെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയുടെ എൻഡിങ് വരെ ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ടൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലുക്ക് ആയിട്ടുണ്ട്. അതൊക്കെ മാറ്റി നമുക്ക് ഇതിനെ ഒരു ഗ്ലോ ലൈറ്റിലോട്ട് കൊണ്ടുവരണം. അതിനുവേണ്ടി താഴെയായിട്ട് അഡ്ജസ്റ്റിൽ പോയിട്ട് അപ്പോൾ നമുക്കിതിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടത് മാത്രം എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് താഴെയായിട്ട് അറ്റ്മോസ്ഫിയർ എന്നൊരു ഓപ്ഷൻ കാണാം. അത് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ കളർ ലുക്കിലോട്ട് ചേഞ്ച് ആവും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് താഴെയായിട്ട് സ്പീഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു സ്പീഡ് ഫുള്ളായിട്ടൊന്ന് മൈനസ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ട ഒരു ഗ്ലോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ റേഞ്ചിൽ പോയിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ട ഒരു ഗ്ലോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഗ്ലോ കൂടുന്നതനുസരിച്ച് നമ്മുടെ വീഡിയോ ഒരു ഡ്രീമി ലുക്കിലോട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ തന്നെ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ വീഡിയോ ഏകദേശം ഒരു ഡ്രീമി ലുക്കിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അഡ്ജസ്റ്റിൽ പോയിട്ട് അതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഫൈനലായിട്ട് നമുക്കൊരു ഓവർലേ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഓവർലേ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓവർലേയുടെ ലിങ്ക് ഞാൻ ടെലഗ്രാം ചാനലിൽ കൊടുത്തേക്കാം. അവിടെ നിന്ന് എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് താഴെയായിട്ട് സ്പ്ലിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഫിൽറ്റർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ വീഡിയോയിൽ ഒരു ഓറഞ്ച് ലൈറ്റ് വരും. അപ്പോൾ ഈ ഒരു ഓറഞ്ച് ലൈറ്റ് നമ്മുടെ വീഡിയോയിൽ എവിടെയാണോ വരേണ്ടത് അവിടെ ആയിട്ടൊന്ന് കൊണ്ടുവച്ച് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഈ ഒരു ഭാഗത്താണ് ആ ലൈറ്റ് ആഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ വീഡിയോയിൽ ആ ലൈറ്റ് എവിടെയാണോ വരേണ്ടത് ആ ഒരു ഭാഗത്തായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ ഒരു ഗ്ലോ ലൈറ്റ് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ എഡിറ്റിംഗ് ട്യൂട്ടോറിയലൊക്കെ നമ്മൾ ഈ ഒരു ചാനൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.